എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സിൻ അവൻ ദേദുരെയും സാസുരെയും അവരെ രണ്ടുപേരെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ നിൽക്കാണ്. അത് കണ്ട് കങ്കൂറ അവൻ ക്രിയേറ്റ് ചെയ്ത സാസുരിയുടെ പപ്പട് അതിനെ തന്നെ അവരുടെ മുൻപിലേക്ക് ഇപ്പൊ റിലീസ് ചെയ്യും. സാസുരി പറയും, നീ എന്റെ പപ്പട് വെച്ച് തന്നെ എന്നെ വെല്ലുവിളിക്കുകയാണോ? നിനക്കും നിന്റെ പപ്പടിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ തൊടാൻ പോലും കഴിയില്ല. സാസുരി അവന്റെ ചക്ര ത്രെഡ് എടുത്ത് ഇപ്പൊ സിന്നിനെ അവനൊരു പപ്പട് പോലെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് കങ്കൂറ അവൻ അവന്റെ ടീംമേറ്റ്സിനെ അവരെ ഒരു സ്ഥലത്ത് സേഫ് ആക്കി നിർത്തി ഇപ്പൊ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ സിന്ന് അവൻ ഓടി ഓടി കങ്കൂറയുടെ തൊട്ടടുത്തെത്തും. അത് കണ്ട ദേദുര ഇപ്പൊ സിന്നിനെ അവൻ അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കും. കങ്കൂറ വിട്ടുകൊടുക്കില്ല. അവൻ വലിയൊരു കേജ് ക്രിയേറ്റ് ചെയ്ത് സിന്നിനെ അതിന്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ ബ്ലോക്ക് ചെയ്യും. മാത്രമല്ല കങ്കൂറോ അവൻ സാലമണ്ടർ ജിപ്സ് ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെല്ലാവരെയും എർത്തിനടിയിൽ ഒരു ബേസില് ഇപ്പൊ സേഫ് ആക്കി നിർത്തും. ദേദുരയ്ക്കാണെങ്കില് അത് കാണുമ്പോ കുറച്ച് ദേഷ്യമാവും. അപ്പൊ അതേസമയം സായ് അവൻ ഒരുപാട് കലിയിളകി അങ്ങനെ മുരച്ചു നിൽക്കും. അപ്പ അവന്റെ ബ്രദർ സിന്ന് അവൻ വീണ്ടും റിയാനിമേഷൻ ഉപയോഗിച്ച് പഴയതുപോലായി തീരും. ബ്രദർ പറയും, ഞാൻ ഒരിക്കലും നീയായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല സായ്. അത് കേട്ട് സായ് അവന്റെ സൂപ്പർ ബീസ്റ്റ് സ്ക്രോള് അത് ഓപ്പൺ ചെയ്യും. ആ സ്ക്രോളിലെ പിക്ചേഴ്സ് കണ്ട് ഇപ്പൊ സിന്ന് അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. കട്ട് ചെയ്ത സായ് അവന്റെ സ്ക്രോൾ എടുത്ത് ഇപ്പൊ രണ്ട് സൂപ്പർ ബീസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യും. ആ രണ്ട് പാറ ബീസ്റ്റുകള് അവര് ചാടി വന്ന് സാസുരയെയും ദേദുരയെയും അവരെ രണ്ടുപേരെയും അട്ടിച്ചു തെറിപ്പിക്കും. ഉടനെ കങ്കൂറ അവൻ രണ്ട് കേജുകൾ ഉണ്ടാക്കി അവർ രണ്ടുപേരെയും അതിൽ ലോക്ക് ചെയ്യും. അവരെന്തെങ്കിലും ചെയ്യും മുമ്പേ ഓമുകി അവൻ ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് അവരെ രണ്ടുപേരെയും ഇപ്പൊ ഫ്രീസ് ആക്കി നിർത്തും. ആ ഗ്യാപ്പിൽ കങ്കൂറ അവന്റെ സ്പെഷ്യൽ ത്രെഡ് ഉപയോഗിച്ച് ആ രണ്ട് ബോക്സും അങ്ങനെ കെട്ടി വലിച്ച് ടൈറ്റ് ആക്കും. കട്ട് ചെയ്ത സിന്ന് അവൻ വീണ്ടും ഇപ്പൊ സാസുകയായിട്ടുള്ള ചില ഫ്ലാഷ് ബാക്കുകൾ അത് തന്നെ വീണ്ടും ആലോചിക്കും. സാസുകയും അവനും അവർ രണ്ടുപേരും ചെറുപ്പത്തിൽ ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ ഡാസോ അവൻ ഇവർ രണ്ടുപേരും ട്രെയിനിങ് എടുക്കുന്നത് അങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ സിൻ അവൻ സായോട് പറയും, എപ്പോഴും ട്രെയിനിങ്ങിൽ ഞാൻ തന്നെയാണ് നമ്പർ 1. എന്നെ തോൽപ്പിക്കാൻ അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് സന്തോഷിക്കും. അപ്പൊ സഡനായിട്ട് ഇപ്പൊ സിന്നിന് അവന് വയറ് വേദനിക്കാൻ തുടങ്ങും. മാത്രമല്ല അവൻ ചോര ഛർദ്ദിക്കും. പക്ഷെ സിൻ അവനത് സായി കാണാതെ അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച് അവർ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് എത്തും. കട്ട് ചെയ്ത സായ് അവൻ ഒരുപാട് സന്തോഷമായിട്ട് ഇപ്പൊ സിന്നിനോട് പറയും, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നിന്നെയും ഡാസോയോ ആണ്. നിങ്ങളെ രണ്ടുപേരെയും വിട്ടുപിരിയാൻ എന്നെ കൊണ്ടാവില്ല. അത് കേട്ട് ഹാപ്പി ആയിട്ട് ഇപ്പൊ സിന്ന് അവനൊരു കളർ ബുക്ക് എടുത്ത് ഇപ്പൊ സായിക്ക് കൊടുക്കും. അത് കാണേണ്ട താമസം സായിക്ക് ഭയങ്കര ആവേശമായിട്ട് അവൻ പറയും, ഉറപ്പായിട്ടും ഇതിൽ ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും ചിത്രം അത് വരയ്ക്കും. വർഷങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് ഞാനിത് മുഴുവൻ ഫില്ല് ചെയ്യും. അത് കേൾക്കുമ്പോ ഇപ്പൊ സിന്നിനും ഒരുപാട് സന്തോഷാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം അവരുടെ അവസാനത്തെ ബാറ്റില് അപ്പൊ ഡാസോ അവൻ എന്തോ ഒരു കാര്യം പറയും. അത് കേട്ട് സിന്നും സായിയും അവർ രണ്ടുപേരും അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പൊ സായ് അവൻ ടെൻഷനായിട്ട് ഇപ്പൊ ഡാസോട് ചോദിക്കും, മാസ്റ്റർ നിങ്ങൾ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഡാസോ പറയും, ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ബാറ്റില്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്ത് നിങ്ങളിൽ ആരെങ്കിലും ഒരാള് മരിക്കണം. അപ്പോഴായിരിക്കും യഥാർത്ഥ പവർഫുൾ ആയിട്ടുള്ള ആളെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഇത് ആക്ച്വലി നമ്മുടെ ക്ലാനിന്റെ നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇതിന് സഹകരിക്കണം. 3 ദിവസം 3 ദിവസം ഞാൻ നിങ്ങൾക്ക് സമയം തരും. അതിന്റെ ഉള്ളില് പരസ്പരം ഫൈറ്റ് ചെയ്ത് നിങ്ങളിൽ ഒരാള് മരിച്ചിരിക്കണം. അഥവാ അത് നടന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊന്നുകളയും. അത് കേട്ട് സായി അവനങ്ങനെ സാഡായിട്ട് കത്തി താഴ്ത്തും. എനിക്കൊരിക്കലും എന്റെ ചേട്ടനെ കൊല്ലാൻ കഴിയില്ല. പക്ഷെ സിന്ന് അവൻ പറയും, എനിക്ക് കഴിയും, നിന്നെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞ് അവന്റെ കത്തിയെടുത്ത് ഇപ്പൊ സായിയെ വെട്ടാനായിട്ട് ചാടി വരും. അത് കണ്ട് സായി അവൻ പേടിച്ചു വരച്ച് മുൻപോട്ടേക്ക് ഓടും. അവന്റെ പിന്നാലെ കുറച്ചു ദൂരം സിന്ന് അവൻ അങ്ങനെ ഓടി ഇപ്പൊ തളർന്ന് താഴെ വീഴും. ഉടനെ സായി അവൻ ടെൻഷനായിട്ട് ഇപ്പൊ ചേട്ടന്റെ അടുത്തേക്ക് ഓടി വരും. എന്തു പറ്റി? എന്താ ഉണ്ടായേ? ഉടനെ സിന്ന് ഒരു കത്തിയെടുത്ത് സായിയുടെ കഴുത്തിൽ വെക്കും. നീ ഒരിക്കലും ഇങ്ങനെ പാവമാവാൻ പാടില്ല. നിന്റെ ഇമോഷൻ ബോണ്ട് അത് തകർത്ത് കളയണം. എങ്കിൽ മാത്രമേ നിനക്ക് മുൻപോട്ടേക്ക് ജീവിക്കാൻ കഴിയൂ. ഇനി ജീവിക്കാൻ പോകുന്നതും നീ തന്നെയാണ്. എനിക്ക് വലിയൊരു അസുഖമുണ്ട്. എനിക്കൊരിക്കലും ജീവിക്കാനായിട്ട് കഴിയില്ല. ഒരു ട്രീറ്റ്മെന്റിനും എന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോഴേക്കും അവൻ ചോര ഛർദ്ദിക്കാൻ തുടങ്ങും. സിൻ വീണ്ടും
ഇപ്പൊ സായിയോട് കെഞ്ചാണ്, ദയവ് ചെയ്ത് നീ എന്നെ കൊല്ലണം, എന്നിട്ട് ഡാസോയ്ക്ക് മുൻപില് നീ ഈ ബാറ്റിൽ വിജയിച്ചു എന്ന് പറയണം. അപ്പ സായ് ഇപ്പൊ അവന്റെ ചേട്ടനോട് പറയും, ആക്ച്വലി ഈ നിയമങ്ങള് അതെനിക്കും അറിയാം, പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും നീയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കരുതിയില്ല. അതിന് സിന്നു പറയും, എന്നെ കൊണ്ടിപ്പോ തീരെ വയ്യ, ദയവ് ചെയ്ത് എന്റെ ആഗ്രഹം പോലെ നീ എന്നെ കൊന്ന് ഈ ഒരു മിഷനില് നീ ജയിക്കണം. നിന്റെ ഇമോഷൻസ് അതിനെല്ലാം നീ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് എറിയണം. വേറെ വഴിയില്ലാതെ സായി അവന്റെ ചേട്ടനെ തന്നെ ഇപ്പൊ കുത്തിക്കൊല്ലാണ്. ആക്ച്വലി അന്ന് മുതലാണ് സായിക്ക് ഇമോഷൻസ് അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയത്. ചോര തുളുമ്പി അവന്റെ ചേട്ടൻ അങ്ങനെ മരിച്ചു കിടക്കാണ്. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് അവന്റെ ചേട്ടൻ അവനിപ്പോ സായിയോട് ചോദിക്കും, ഒരുപാട് വർഷങ്ങളായി നമ്മളിങ്ങനെ നേരിട്ട് കണ്ടിട്ട് നീ ഇപ്പൊ ഓക്കെ ആണോ? നീ വരച്ച ഡ്രോയിങ്സ് അത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പ സായിയുടെ ബുക്കുകളിലെ പേജുകള് അതൊന്നായിട്ട് ഇപ്പൊ മറിയാൻ തുടങ്ങും. അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോ അവൻ ഒരുപാട് സന്തോഷാവും. സിൻ പറയും, എനിക്കിപ്പോ ഒരുപാട് ആശ്വാസമായി. ഈ ഒരു ബുക്ക്, ഈ ഒരു ഫോട്ടോസ് അത് കാണാനുള്ള ആഗ്രഹമാണ് എന്നെ ഇത്രയും നാളും പിടിച്ചു നിർത്തിയത്. എന്റെ ആഗ്രഹം അത് സഫലമായി. അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫ് ഡിസ്ട്രക്ഷൻ നടത്തി ഈ ഒരു ജിപ്സ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് പോവാണ്. നീ എന്നും എന്റെ പ്രിയപ്പെട്ട ബ്രദറാണ്, അതുകൊണ്ട് തന്നെ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ സെൽഫ് ഡിസ്ട്രക്റ്റ് ആയി അവിടുന്ന് മാഞ്ഞു പോവും. കട്ട് ചെയ്ത കങ്കൂറ അവനിപ്പോ സാസുരയോട് പറയും, നിന്റെ പവറും നീയായിട്ട് ഫൈറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും സാക്കുറ അവൾ എന്നോട് പറഞ്ഞു. അത് കേട്ട് സാസുരി അവൻ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇപ്പൊ അങ്ങനെ സാക്കുറയും അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു മൊമെന്റ്സ് അത് ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് സാക്കുറയെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ആ ഗ്രാൻഡ്മ ആളൊരു വലിയ സ്ക്രോള് അത് പുറത്തേക്ക് എടുക്കും. അതിന്റെ അകത്ത് നിന്ന് ഇപ്പൊ 10 സോള് പുറത്തേക്ക് വരും. അത് കണ്ട് സാസുരി അവൻ ഫ്രീസായി പോവും. ഇതൊരു വലിയ പപ്പഡ് ഗെഞ്ചിപ്സു ആണ്, ഗ്രാൻഡ്മയുടെ ഒരു സീക്രട്ട് ജിപ്സു. അവൻ ഷോക്കായിട്ട് പറയും, ഇങ്ങനെയൊരു ഗെഞ്ചിപ്സു മിത്താണെന്നാണ് ഞാൻ ഇത്രയും കാലവും കരുതിയത്. പക്ഷെ ഇതിപ്പോ നേരിട്ട് കാണുമ്പോ എനിക്ക് ഒരുപാട് പേടിയും അതുപോലെ തന്നെ എന്റെ ഗ്രാൻഡ്മയെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനവും തോന്നുന്നു. ഉടനെ സാസുരി ചിരിക്കും, ഗ്രാൻഡ്മയെ കൊണ്ട് ഈ 10 പേരെ ഉപയോഗിച്ച് ഒരു ഗ്രാമം നശിപ്പിക്കാൻ കഴിയും, പക്ഷെ എനിക്ക് 100 പേരെ ഉപയോഗിച്ച് ഈ ലോകം തന്നെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനവന്റെ സ്ക്രോൾ തുറന്ന് ഇപ്പൊ 100 പപ്പടുകളെ അങ്ങനെ പുറത്തേക്കിറക്കും. ആ ട്വിസ്റ്റ് കണ്ട് ഇപ്പൊ ഗ്രാൻഡ്മയും സാക്കുറയും അവർ രണ്ടുപേരും ഷോക്കാവും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ കങ്കൂറ പറയും, അന്ന് നീ 100 പപ്പടുകളെ ഇറക്കി. എനിക്ക് നന്നായിട്ട് അറിയാം, നീ നിന്റെ ബോഡിയെ പോലും ഒരു പപ്പടാക്കി മാറ്റി. നിന്റെ തന്നെ സോളാണ് ആ 100 പപ്പടുകളും. ഒരു കാലത്ത് നീ ആ കബൂട്ടോയെ യൂസ് ചെയ്തു, പക്ഷെ ഇപ്പൊ ആ കബൂട്ടോ അവനിപ്പോ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാണ്. പക്ഷെ നീ ആണെങ്കില് അതൊന്നും തിരിച്ചറിയുന്നില്ല. അത് കേട്ട് ഇപ്പൊ സാസുരി അവൻ ഒരുപാട് വിഷമായിട്ട് അങ്ങനെ തല താഴ്ത്തി നിൽക്കും. സാസുരിയുടെ ബോഡി അതിപ്പോ പതിയെ ക്രാക്ക് ആവാൻ തുടങ്ങും. ആണെങ്കില് ഇപ്പൊ ടെൻഷൻ ആവും. അവൻ വിളിച്ചു പറയും, സാസുരി ആ കബൂട്ടോ ആണ് നിന്നെ ഇപ്പൊ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്, സോ ദയവ് ചെയ്ത് അവൻ പറയുന്ന ഒന്നും നീ ശ്രദ്ധിക്കരുത്. പക്ഷെ അതേസമയം സാസുരി അവനിവിടെ തകർന്ന് തരിപ്പണായി. ആ റിയാനിമേഷൻ ജിപ്സു അത് ബ്രേക്ക് ആവും. ആക്ച്വലി ആരെങ്കിലും ഇമോഷനായിട്ട് സംസാരിച്ച ആ റിയാനിമേഷൻ ജിപ്സു അത് ഉറപ്പായിട്ടും ബ്രേക്ക് ആവും. അവസാനമായിട്ട് സാസുരി അവനിപ്പോ കങ്കൂറയോട് പറയും, എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു പപ്പട് അത് നിനക്കായി തന്ന് അത് നിന്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ച് ഞാൻ പോവാണ്. അടുത്ത സെക്കൻഡിൽ സാസുരിയുടെ ആത്മാവ് അതങ്ങനെ ദൂരേക്ക് പോവും. കട്ട് ചെയ്ത ഇവിടെ ആൻഗോ അവൾക്കൊരു അനക്കവും ഇല്ലാതെ ചോര തുളുമ്പി ആ പാമ്പിന്റെ ഇടയില് അങ്ങനെ നിൽക്കാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കബൂട്ടോ അവൻ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ അങ്ങനെ സാഡായിട്ടിരിക്കുകയാണ്. അപ്പൊ മാതൃ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് കബൂട്ടോ അവൻ പറയും, എന്റെ റിയാനിമേഷൻ ജിപ്സു അത് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് കാരണം ചില ആൾക്കാര് അണ്ടുവായിപ്പോയി. അത് കേട്ട് മാധുരയ്ക്കാണെങ്കില് ഇപ്പൊ അവന്റെ മേലെ ഒരുപാട് ഡൗട്ടാവും. ഇനി ഒരു പക്ഷേ അലൈൻഡ് ഷിനോബിയും ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ തകർത്ത് കളഞ്ഞ് സാസുകയെ സ്വന്തമാക്കാനായിരിക്കോ ഇവന്റെ ഉദ്ദേശം. മിസ്റ്റർ കബൂട്ടോ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മാധുര ഉച്ചിഹ അവനവന്റെ മനസ്സിൽ ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനൽ മല്ലു എപ്പിസോഡില് വൺ പീസിന്റെ പുതിയ എപ്പിസോഡുകൾ അപ്ലോഡ് ആയിട്ടുണ്ട്. കൂട്ടുകാർ ഉറപ്പായിട്ടും നമ്മുടെ കുട്ടപ്പനെ ചേർത്ത് പിടിച്ചതുപോലെ ലൂഫിയെയും ചേർത്ത് പിടിക്കണം. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.